കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ എത്തിയത്. പനിയും വയറിളക്കവും ഛർദി, തീരെ സുഖമില്ലാതെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ 1-2 പ്രാവശ്യം വേറെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു. അപ്പോൾ അവസാനം ഇവിടെ എത്തി. ഇവിടുന്ന് ഇവർ പിന്നെ എല്ലാ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഇപ്പം എന്താ പ്രശ്നം വെച്ചാൽ 3 മാസം മുന്നേ ഹെർണിയേൻ്റെ സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അതിൽ പഴുപ്പ് വന്നതാണ്. അവർ സ്കാനിങ് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്തപ്പോൾ അതിൽ കുറഞ്ഞൊരിതുണ്ടെന്ന് പറഞ്ഞ് പിന്നെ രാജൻ ഡോക്ടർ പറഞ്ഞ് CT എടുക്കണമെന്ന്. പിറ്റേന്ന് തന്നെ CT എടുത്തു. അപ്പോൾ അതിൽ പഴുപ്പുണ്ടെന്ന് കണ്ടു. അങ്ങനെ ഇവരൊക്കെ നോക്കിയപ്പോൾ പെട്ടെന്ന് സർജറി ചെയ്യണം. പിന്നെ ഇപ്പോഴാണ് എനിക്ക് കുറച്ചൊരു എല്ലാം ഒന്ന് മാറിയത്. തീരെ അത്യാവശ്യമായിട്ട് എന്താ അസുഖം എന്ന് ഒന്നും മനസ്സിലാവാതെ അങ്ങനെ പനി വിടുന്നേ ഇല്ല. മരുന്ന് കുടിക്കുമ്പോൾ വിടും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും പനിക്കും. അങ്ങനെ അസുഖങ്ങൾ എന്താണെന്ന് മനസ്സിലാവാതെ കുറേ ദിവസം അങ്ങനെ കഴിച്ചു. ഇപ്പം കുറച്ചൊരു ഇതായി സർജറി ഒക്കെ കഴിഞ്ഞപ്പോൾ. അങ്ങനെ വൈഫിന് ഒരു ഹെർണിയ സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ 3 മാസത്തെ റെസ്റ്റിലായിരുന്നു. അങ്ങനെ റെസ്റ്റ് 3-ാമത്തെ മാസമായ ആ സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ശരീരത്തിലൊക്കെ ഒരു റാഷസ് മാതിരി വന്നു. പിന്നെ നാവിലൊക്കെ ഈ പുണ്ണ് വന്നു, പനി വന്നു. അങ്ങനെ ഡോക്ടറെ കാണിച്ചു. പനിയൊന്നും മാറുന്നില്ല. മരുന്ന് കഴിക്കുമ്പോൾ മാറും, പിന്നെയും തിരിച്ചു വരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ 2-3 ഡോക്ടറെ കാണിച്ചതിന് ശേഷം അങ്ങനെ നമ്മളാ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് കൊണ്ടുപോയതാണ്. അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് നമ്മളെ റിലേഷനിലുള്ള പിന്നെ ആളോട് ചോദിച്ചു, ഇങ്ങനെ അബ്ദുള്ള ഡോക്ടർ ഇവിടെ ഉണ്ട്, നമുക്ക് ആളായിട്ട് പരിചയമുണ്ട്, അപ്പോൾ സ്റ്റാർ കെയറിലേക്ക് വിളിച്ച് പറയാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റാർ കെയറിൽ വന്നു. ഇവിടുന്ന് വന്ന അങ്ങനെ പെട്ടെന്ന് ഇവിടെ വന്ന സമയത്താണ് സ്കാനിങ് ചെയ്തപ്പോഴാണ് നമ്മൾ നേരത്തെ 3 മാസം മുന്നേ സർജറി ചെയ്തതിൽ ഒരു കോംപ്ലിക്കേഷൻ അവിടെ പിന്നെ പഴുപ്പ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല സർജറിയുടെ ഒരു പാർശ്വഫലമായിട്ട് അങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ പെട്ടെന്ന് രാജൻ ഡോക്ടർ പറഞ്ഞു CT സ്കാൻ എടുക്കണം, കുറച്ച് കൺഫേം ആക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് എടുത്തു. അങ്ങനെ പെട്ടെന്ന് സർജറി കഴിഞ്ഞു. മേലെല്ലാം റാഷസ് ആയിരുന്നു. ഇപ്പോൾ ഒക്കെ എല്ലാം ക്ലിയറായി. ഇപ്പം ആള് ഓക്കെ ആയിട്ടുണ്ട്. ഇന്ന് ഡിസ്ചാർജ് ആവുകയാണ്. എല്ലാം ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. ഞങ്ങളിന്ന് ഡിസ്ചാർജ് ആയിട്ട് പോകാം.